ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് പ്രൊഡക്റ്റിലെ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കുള്ളിൽ നമ്മൾ എന്താണ് മാഗ്നറ്റ് എന്നും അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ എനർജി പാഡാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇതിന് മുമ്പായിട്ട് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് രണ്ട് തരത്തിലുള്ള മാഗ്നറ്റുകളാണ് ഉള്ളത്. ഒന്ന് ഇൻഡസ്ട്രിയൽ മാഗ്നറ്റും ഒന്ന് ബയോ മാഗ്നറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളിലും ഉപയോഗിച്ചിരിക്കുന്നത് ബയോ മാഗ്നറ്റാണ്. അതായത് 600-700 ആഴത്തിൽ നിന്ന് കുഴിച്ചെടുത്ത് മനുഷ്യയോഗ്യമായ വിധത്തിൽ നാനോ ടെക്നോളജിയിലൂടെ വികസിപ്പിച്ചെടുത്ത് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ തന്നെ മാഗ്നറ്റുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന നിയോഡീമിയം എന്ന മാഗ്നറ്റാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ മാഗ്നറ്റുകൾ ലഭിക്കുന്നതെന്ന് നോക്കാം. ജപ്പാൻ, കൊറിയ, ചൈന, അമേരിക്ക, ആഫ്രിക്കൻ കൺട്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ മാഗ്നറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് തെറാപ്പി ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാനാണ്. 220 ചികിത്സാ രീതികളാണ് ഇന്ന് ഉള്ളത്. അതിലൊരു ചികിത്സാ രീതിയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി. അതേപോലെ തന്നെ നമ്മൾ ഈ ഭാരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കിലോഗ്രാമാണ്. അതുപോലെ നമ്മുടെ ഈ മാഗ്നറ്റിൻ്റെ പവർ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോസ് പവറാണ്. അപ്പം നമ്മുടെ ഒരു മാഗ്നറ്റിൻ്റെ ഉള്ളിൽ 5000 ഗോസ് പവറാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഈ വാട്ടർ എനർജി പാഡിൻ്റെ ഉള്ളിൽ 30 മാഗ്നറ്റാണുള്ളത്. അപ്പം 1.5 ലക്ഷം ഗോസ് പവറാണ് നമ്മുടെ ഈ ഒരു വാട്ടർ എനർജി പാഡിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിൽ നിന്നുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്നും നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വാട്ടർ എനർജി പാഡ്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ എനർജി പാഡിൻ്റെ ഡെമോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഉപയോഗിക്കേണ്ടത്. അതായത് അപ്പോൾ ഒരു 60 കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇരുന്നിട്ട് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. നമ്മൾ നിന്നിട്ടോ നടന്നിട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ഈ വാട്ടർ എനർജി പാഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ കുപ്പിയിൽ കെട്ടാൻ പാകത്തിന് നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഒരു ഒരു ബോട്ടിലിൻ്റെ മേലെ ഇതെങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് പറയാം. അതിൻ്റെ ശേഷം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്ന് അത് ചെയ്തതിന് ശേഷം പറഞ്ഞു തരാം. അപ്പം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുപ്പി എടുക്കുക. അതായത് ഒരു ചില്ലിൻ്റെ കുപ്പിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്, അതായത് ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിൽ നമുക്ക് കിട്ടും. ആ ബോട്ടിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോട്ടിലിൻ്റെ പൊക്കത്തൊന്നും ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ നനവുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതായത് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം ചൂടുള്ള വെള്ളം ആവരുത്, ഒരുപാട്, അതായത് ഐസ് വാട്ടറും ആകരുത്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണിത്. ഇത് നമ്മൾ ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോട്ടിൽ നല്ല പോലെ അടച്ചിട്ട് ഇതിൻ്റെ പൊക്കത്ത് വെള്ളം ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് ബോട്ടിൽ ഒരു കാരണവശാലും ഈ ബോട്ടിലിൻ്റെ മുകളിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ബയോട്ടോറിയത്തിൻ്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഒന്നും ഒരു കാരണവശാലും നനയാൻ പാടില്ല. നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നമുക്കൊരു ടൈം ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വർഷം വരെയും യൂസ് ചെയ്യാം. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഒരു പ്രൊഡക്റ്റുകളും വെള്ളം നനയാൻ പാടുള്ളതല്ല. ഇതിൻ്റെ ശേഷം ഇപ്പോൾ കുപ്പി നല്ലപോലെ തുടച്ചു, വെള്ളമൊന്നുമില്ല. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മുകളിൽ നല്ലപോലെ കെട്ടിവെക്കുക. അതായത് ഇങ്ങനെ കെട്ടിവെക്കുക.
നല്ല രീതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പൊക്കത്ത് നമ്മളിങ്ങനെ കെട്ടിവെച്ചു. ഇനി ഒരു 20 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അതായത് കെട്ടിയ പാട നമ്മളെടുത്ത് കുടിക്കരുത്. ഒരു 20 മിനിറ്റ് നേരം നമ്മളിങ്ങനെ വെക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം, അതായത് ഈ ഒരു വാട്ടർ എനർജി പാഡ് നമ്മുടെ ബോട്ടിൻ്റെ മുകളിൽ കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിലിൻ്റെ പൊക്കത്ത് ഈ വാട്ടർ എനർജി പാഡ് ചുറ്റിയതിന് ശേഷം, അതായത് 20 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാട്ടർ എനർജി പാഡ് ഇങ്ങനെ ചുറ്റി കഴിയുമ്പോൾ നമ്മുടെ വെള്ളത്തിലെ തന്മാത്രകളെ വിഘടിപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിനെ ആൽക്കലൈൻ വാട്ടറാക്കി മാറ്റുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ വാട്ടർ എനർജി പാഡ് ഇങ്ങനെ ബോട്ടിലിൻ്റെ പൊക്കത്ത് കെട്ടിയിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടാതെ പെട്ടെന്ന്, അതായത് 20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളത്തെ മാഗ്നറ്റൈസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന, അതായത് ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ സെല്ലുകളെല്ലാം ഈ വെള്ളത്തെ അബ്സോർവ് ചെയ്യും. അപ്പോൾ നമ്മുടെ സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശത്തെ, അതായത് മൂത്രത്തിലൂടെയും വിസർജ്യത്തിലൂടെയും വീർപ്പിലൂടെയെല്ലാം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സെല്ലുകളെല്ലാം വളരെയധികം ആക്റ്റീവായിട്ട് മാറും. ഒപ്പം തന്നെ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ, പിന്നെ മൂത്രത്തിക്കല്ല്, അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം എല്ലാവരും നമ്മുടെ ഈ ബയോട്ടോറിയത്തിൻ്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങി യൂസ് ചെയ്യുക. എല്ലാവരും ഉപയോഗിച്ചതിന് ശേഷം അവരവരുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടാതെ തന്നെ നമ്മുടെ ഈ ബയോട്ടോറിയത്തിൻ്റെ അടുത്ത പ്രൊഡക്റ്റിൻ്റെ ഡെമോയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.